ഹായ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ 2 കറികളുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഴം മോരുകറി തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഴം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഏത്തപ്പഴം അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഏത്തപ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് മോരുകറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് നല്ല കട്ട തൈര് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം. പിന്നെ നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതങ്ങ് അടിച്ചെടുക്കാം. പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏത്തപ്പഴം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനകത്ത് കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഈ പരുവത്തിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇതൊട്ടും തന്നെ ഡ്രൈ ആയി പോകരുത്. ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈരും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ തൈരും മഞ്ഞൾപ്പൊടിയും കൂടെ അടിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏറ്റവും ചെറിയ തീയിലിട്ട് ഇതങ്ങ് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇതൊരിക്കലും തിളയ്ക്കരുത്, മോര് പിരിഞ്ഞു പോകും. അപ്പോൾ ഇത് മതിയാകും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകും കരിവേപ്പിലയും താളിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടിയാണുള്ളതെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ പഴം മോരുകറി ഇതാ റെഡിയായിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ്. ഇനി നമുക്ക് ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാക്കുമ്പോഴത്തേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് ബീട്രൂട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം അടച്ചു വെച്ച് നമുക്ക് ഈ ബീട്രൂട്ട് അങ്ങ് വേവിക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തോരനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇത് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇതാ തോരനുള്ള അരപ്പ് റെഡിയായിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീട്രൂട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരനും ഇതാ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു തോരനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. നിങ്ങൾക്കറിയാമല്ലോ ബീട്രൂട്ട് വളരെയധികം ഹെൽത്തിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് മെനു. പഴം മോരുകറിയും ബീട്രൂട്ട് തോരനും അച്ചാറും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.